പ്രിയപ്പെട്ടവരെ, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ 12-ാം അധ്യായമാണ് ഞാൻ ഈ വീഡിയോയിൽ വായിക്കുന്നത്. ഇതിന് മുമ്പുള്ള അധ്യായങ്ങൾ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മുമ്പുള്ള അധ്യായങ്ങളും കൂടി കേട്ടു നോക്കൂ. താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യൂ. അധ്യായം 12, ഏറ്റവും കുറഞ്ഞ പരിശ്രമം എന്ന നിയമം. ഗൺസ്, ജേംസ് ആൻഡ് സ്റ്റീൽ എന്ന തൻ്റെ പുസ്തകത്തിൽ നരവംശാസ്ത്രജ്ഞനും ജീവശാസ്ത്രജ്ഞനുമായ ജാഡ് ഡയമണ്ട് ഒരു ലളിതമായ കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പല ഭൂഖണ്ഡങ്ങൾക്കും പല ആകൃതിയാണ്. ഒറ്റ നോട്ടത്തിൽ ഈ പ്രസ്താവന അപ്രധാനമായെന്ന് തോന്നാം, എന്നാൽ ഇതിന് മനുഷ്യ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. അമേരിക്കകളുടെ പ്രധാന അക്ഷരരേഖ വടക്കുനിന്നും തെക്കിലേക്കാണ്. അതായത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ഉയരം കൂടി മെലിഞ്ഞാണ് കാണപ്പെടുന്നത്. ആഫ്രിക്കയുടെയും അവസ്ഥ ഇതേപോലെ തന്നെയാണ്. എന്നാൽ യൂറോപ്പ്, ഏഷ്യ, പശ്ചിമേഷ്യൻ പ്രദേശങ്ങൾ എന്നിവ നേരെ തിരിച്ചാണ്. ഈ പ്രദേശങ്ങൾ കിഴക്കു പടിഞ്ഞാറായാണ് നിലകൊള്ളുന്നത്. ഡയമണ്ടിൻ്റെ അഭിപ്രായപ്രകാരം രൂപത്തിലുള്ള ഈ മാറ്റം നൂറ്റാണ്ടുകൾ കൊണ്ട് കൃഷിരീതികളുടെ വികാസ പരിണാമങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കൃഷി ഭൂഗോളത്തിൽ പടർന്നു തുടങ്ങിയപ്പോൾ കർഷകർക്ക് വടക്ക് തെക്കിനെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ പാതയിൽ കൃഷി വികസിപ്പിക്കൽ എളുപ്പമായി മാറി. ഒരേ അക്ഷാംശത്തിലുള്ള സ്ഥലങ്ങളിൽ ഒരേ കാലാവസ്ഥയും ഒരേ അളവിൽ സൂര്യപ്രകാശത്തിൻ്റെയും മഴയുടെയും ലഭ്യതയും ഉണ്ടെന്നതാണ് കാരണം. ഈ കാരണങ്ങൾ കൊണ്ട് യൂറോപ്പിലും ഏഷ്യയിലുമുള്ള കർഷകർക്ക് ചില വിളകൾ വളർത്തി ഫ്രാൻസ് മുതൽ ചൈന വരെയുള്ള പ്രദേശങ്ങളിൽ അത് പരിചയപ്പെടുത്താൻ സാധിച്ചു. ഇതുമായി താരതമ്യപ്പെടുത്തിയാൽ വടക്ക് നിന്ന് തെക്കോട്ട് സഞ്ചരിക്കുമ്പോൾ വളരെ വലിയ കാലാവസ്ഥാ വ്യതിയാനമാണ് കാണാൻ കഴിയുക. ഫ്ലോറിഡയിലെ കാലാവസ്ഥ കാനഡയിൽ നിന്ന് എത്ര വ്യത്യാസമാണെന്ന് ഓർത്തു നോക്കുക. നിങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും കഴിവുറ്റ കർഷകനായാലും ശരി, നിങ്ങൾക്ക് കാനഡയിലെ കാലാവസ്ഥയിൽ ഫ്ലോറിഡ ഓറഞ്ചുകൾ കൃഷി ചെയ്യാനാകില്ല. മണ്ണിന് പകരം മഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാനാകില്ല. മണ്ണിന് പകരം മഞ്ഞ് മതിയാകില്ലല്ലോ. കിഴക്ക് പടിഞ്ഞാറൻ ദിശയിൽ കൃഷി ചെയ്യണമെങ്കിൽ കർഷകർ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് പുതിയ വിളകൾ കണ്ടെത്തിയേ മതിയാകൂ. ഈ കാരണങ്ങൾ കൊണ്ട് ഏഷ്യയിലും യൂറോപ്പിലും അമേരിക്കയേക്കാൾ വേഗത്തിൽ കൃഷി വളരുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ ചെറിയ ഒരു മാറ്റത്തിന് വലിയ ഫലം ഉണ്ടാകാൻ തുടങ്ങി. ഭക്ഷണത്തിൻ്റെ ഉയർന്ന ഉൽപ്പാദനം ജനസംഖ്യാ വർധനവിന് കാരണമായി. ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ ഈ സംസ്കാരങ്ങൾക്ക് ശക്തമായ സൈന്യം നിർമ്മിക്കാനും പുതിയ സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്താനും സാധിച്ചു. ചെറുതായി സംഭവിച്ച ഒരു മാറ്റമാണെങ്കിലും നന്നായി വളരുന്ന ഒരു വിളയോ ജനസംഖ്യയിലെ ചെറിയ മാറ്റമോ പോലെ എല്ലാത്തിൻ്റെയും ആകെ തുകയിലൂടെ കാലക്രമത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണാം. ആഗോളതലത്തിൽ സ്വഭാവ പരിണാമത്തിൻ്റെ 3-ാം നിയമത്തിൻ്റെ ഒരു ഉദാഹരണമാണ് കൃഷിയുടെ വ്യാപനത്തിലൂടെ കാണാൻ കഴിയുന്നത്. പ്രചോദനമാണ് ശീലങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്നാണല്ലോ സാമാന്യ ധാരണ. ഒരു കാര്യം വേണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യും. എന്നാൽ നമ്മുടെ യഥാർത്ഥ പ്രചോദനം അലസരായി ഇരിക്കാനാണ് എന്നതാണ് സത്യം. ഊർജം അമൂല്യമാണ്. പറ്റുമ്പോഴെല്ലാം ഊർജം സംരക്ഷിക്കുക എന്നതാണ് തലച്ചോറിൻ്റെ രീതി. ഏറ്റവും കുറഞ്ഞ പരിശ്രമം കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നത് മനുഷ്യരുടെ ജൈവികമായ സ്വഭാവമാണ്. 2 മാർഗങ്ങൾ മുന്നിലുണ്ടെങ്കിൽ സ്വാഭാവികമായും ആളുകൾ എളുപ്പവഴിയിലേക്ക് തിരിയുന്നത് അതുകൊണ്ടാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കൃഷിസ്ഥലത്തെ നിങ്ങൾക്ക് ഒരു ദിശയിലേക്ക് വളർത്തിയാൽ നിങ്ങൾക്ക് ഒരേ വിളകൾ കൃഷി ചെയ്യാമെന്നും, എന്നാൽ മറ്റൊരു ദിശയിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് മറ്റൊരു വിള കൃഷി ചെയ്യാമെന്നും ഒരു സാഹചര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ പരിശ്രമം കൊണ്ട് ചെയ്യാവുന്ന കാര്യമാകും തിരഞ്ഞെടുക്കുക. എളുപ്പമുള്ള കാര്യം ചെയ്യാനാണ് നാം പ്രചോദിതരാവുക. ഏത് പ്രവൃത്തിക്കും ഒരേ അളവിലുള്ള ഊർജം ആവശ്യമാണ്. കൂടുതൽ ഊർജം ആവശ്യമാകും തോറും ആ പ്രവൃത്തി ചെയ്യാതിരിക്കാനുള്ള സാധ്യത ഏറും. നിങ്ങളുടെ ലക്ഷ്യം ഒരു ദിവസം 100 പുഷപ്പ് എടുക്കാനാണെങ്കിൽ അതിന് ഒരുപാട് ഊർജം വേണ്ടിവരും. തുടക്കത്തിൽ നിങ്ങൾക്ക് ആവേശമുണ്ടാകാം, പ്രചോദനം തോന്നാം. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിനുള്ള ഊർജം കണ്ടെത്തും. എന്നാൽ
കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഇത്ര വലിയ പരിശ്രമം നിങ്ങളെ മടുപ്പിച്ചു തുടങ്ങും. എന്നാൽ ഒരു ദിവസം ഒരു പുഷപ്പ് ചെയ്യാൻ അങ്ങനെ വലിയ ഊർജമൊന്നും ആവശ്യമില്ല. ഊർജത്തിൻ്റെ ആവശ്യം കുറയും തോറും നിങ്ങൾ ആ ശീലം ആവർത്തിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. നിങ്ങളുടെ ജീവിതം നിറയെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. വളരെ ചുരുങ്ങിയ പ്രചോദനം കൊണ്ട് ചെയ്യാവുന്നതാണ് അവയെല്ലാം എന്ന് കാണാൻ കഴിയും. ഫോണിൽ തിരയുക, ഇമെയിൽ നോക്കുക, TV കാണുക എന്നിങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം നമ്മുടെ സമയം അപഹരിക്കുന്നത് അനായാസം അവ ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ്. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഓരോ ശീലവും നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു തടസ്സമാണ്. ആരോഗ്യവാനാകുന്നതിന് നിങ്ങളുടെ മുന്നിലുള്ള തടസ്സമാണ് ഭക്ഷണക്രമം. സമാധാനമായിരിക്കുന്നതിന് നിങ്ങളുടെ മുന്നിലുള്ള തടസ്സമാണ് ധ്യാനം. തെളിച്ചത്തോടെ ചിന്തിക്കുന്നതിന് നിങ്ങളുടെ മുന്നിലുള്ള തടസ്സമാണ് ജേണൽ എഴുത്ത്. നിങ്ങൾക്ക് ആ ശീലം വേണമെന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് ആ ശീലത്തിലൂടെ ലഭിക്കുന്ന ഫലമാണ്. തടസ്സം എത്ര വലുതാവുന്നുവോ, ശീലം എത്ര ബുദ്ധിമുട്ടാകുന്നുവോ, നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ അന്തിമ ഫലവും തമ്മിൽ അത്രയധികം പിരിമുറുക്കം ഉണ്ടാകും. ഇക്കാരണം കൊണ്ടാണ് ശീലങ്ങൾ എളുപ്പമാക്കാൻ പറയുന്നത്. ചെയ്യണമെന്ന് തോന്നാത്തപ്പോൾ പോലും നിങ്ങളത് ചെയ്യും. എന്നാൽ നാം ഇതിൻ്റെ നേർവിപരീതമായി പ്രവർത്തിക്കുന്ന ആ നിമിഷങ്ങളോ? നാം എല്ലാം മടിയുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് നാം കുട്ടികളെ വളർത്തുന്നത്, സംരംഭം നടത്തുന്നത്, എവറസ്റ്റ് കീഴടക്കുന്നത്? തീർച്ചയായും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നാൽ പ്രശ്നം അതല്ല. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് കഠിന പ്രയത്നം ചെയ്യാൻ തോന്നും, ചില ദിവസങ്ങളിൽ തോന്നില്ല. ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നത് നിങ്ങളെ ശരിക്കും സഹായിക്കും. നിങ്ങളുടെ പ്രതിബന്ധങ്ങൾ കുറയും തോറും നിങ്ങൾക്ക് ശക്തരായി പുറത്തു വരാൻ കഴിയും. ഒരു ശീലം എളുപ്പമാക്കുക എന്നാൽ അതിനർത്ഥം എളുപ്പമുള്ളവ മാത്രം ചെയ്യുക എന്നല്ല. ദീർഘകാലത്തിൽ പ്രചോദനം ചെയ്യുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ആവുന്നത്ര എളുപ്പമാക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ചെറിയ പരിശ്രമം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതെങ്ങനെ? നിങ്ങളുടെ കയ്യിലുള്ള ഹോസ് നടുവിൽ മടങ്ങിയാണ് കിടക്കുന്നതെന്ന് കരുതുക. അതിലൂടെ കുറച്ച് വെള്ളം കടന്നു വരും, എന്നാൽ അധികം ഉണ്ടാകില്ല. നിങ്ങൾക്ക് അതിലൂടെ കടക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ 2 വഴികളാണുള്ളത്. നിങ്ങൾക്ക് വാൾവ് കൂടുതൽ തുറന്ന് കൂടുതൽ ശക്തിയിൽ വെള്ളം പുറത്തുവിടാൻ ശ്രമിക്കാം. രണ്ടാമത്തെ മാർഗം ആ ഹോസിലെ വളവ് നിവർത്തി സ്വാഭാവികമായി വെള്ളത്തെ ഒഴുകാൻ അനുവദിക്കുകയാണ്. ബുദ്ധിമുട്ടുള്ള ഒരു ശീലത്തിലൂടെ നിങ്ങളുടെ പ്രചോദനം നിലനിർത്തുക മടങ്ങിക്കിടക്കുന്ന ഒരു ഹോസിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെയാണ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും, എന്നാൽ ഒരുപാട് പ്രയത്നം വേണ്ടി വരുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ പിരിമുറുക്കം ഏറെ കൂടുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ പിരിമുറുക്കങ്ങളോട് പടപൊരുതുന്നതിലും നല്ലത് അവയെ കുറക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ ശീലങ്ങളുമായി ചേർന്ന പിരിമുറുക്കം കുറക്കാൻ പറ്റിയ ഏറ്റവും മികച്ച വഴി നിങ്ങളുടെ പരിതസ്ഥിതി രൂപപ്പെടുത്തൽ ആണ്. 6-ാം അധ്യായത്തിൽ നാം ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ സൂചനകൾ കൂടുതൽ ദൃശ്യമാക്കാനാണ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരിതസ്ഥിതിയിലൂടെ നിങ്ങളുടെ പ്രവൃത്തികളും എളുപ്പമാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരു പുതിയ ശീലം എവിടെ പരിശീലിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ദൈനംദിന ശീലങ്ങളുടെ പാതയിലുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ താളവുമായി ചേർന്നു പോകുന്ന ശീലങ്ങളാണ് നിങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ളത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ സാധാരണ യാത്രയുടെ ഇടയിലാണ് നിങ്ങളുടെ ജിം എങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകാൻ വേണ്ടി കൂടുതലായി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വരുന്നില്ലല്ലോ. നിങ്ങളുടെ വീട്ടിലും ജോലിസ്ഥലത്തുമുള്ള പിരിമുറുക്കം കുറക്കാൻ ശ്രമിക്കുന്നതും ഏറെ ഫലപ്രദമാണ്. പലപ്പോഴും നമ്മൾ പുതിയ ശീലങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് ഉയർന്ന പിരിമുറുക്കമുള്ള ഇടങ്ങളിലാണ്. നാം കൂട്ടുകാരുടെ കൂടെ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ ഭക്ഷണക്രമം പാലിക്കാൻ നോക്കും. ആകെ അലങ്കോലമായ ഒരു വീട്ടിലിരുന്ന് നാം ഒരു പുസ്തകം എഴുതാൻ നോക്കും. ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങൾ നിറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നാം ഏകാഗ്രതയ്ക്ക് വേണ്ടി പരിശ്രമിക്കും. എന്നാൽ ഇത് ഇങ്ങനെ ആകേണ്ട കാര്യമില്ല. നമുക്ക് നമ്മെ പിറകോട്ട് വലിക്കുന്ന പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കാം. ഇതാണ് 70കൾ മുതൽ ജപ്പാനിലെ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കൾ ചെയ്തത്. ന്യൂയോർക്കിൽ പ്രസിദ്ധീകരിച്ച ബെറ്റർ ഓൺ ദി ടൈം എന്ന ലേഖനത്തിൽ ജെയിംസ് സുരോവിക്കി പറയുന്നത് ഇങ്ങനെയാണ്:
തൊഴിലിടങ്ങൾ രൂപകൽപ്പന ചെയ്തപ്പോൾ ജാപ്പനീസ് കമ്പനികൾ ലീൻ പ്രൊഡക്ഷൻ എന്ന രീതിയിലാണ് അവലംബിച്ചത്. ജോലിക്കാർക്ക് അവരുടെ പണിയുപകരണങ്ങൾ എടുക്കാനായി അനാവശ്യമായി തിരിയുകയും മറ്റും ചെയ്യേണ്ടാത്ത രീതിയിൽ അവർ തൊഴിലിടം രൂപപ്പെടുത്തി. അതിൻ്റെ ഫലമായി ജാപ്പനീസ് ഫാക്ടറികൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും അമേരിക്കൻ ഉപകരണങ്ങളെക്കാൾ കാര്യക്ഷമതയുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. 1974 അമേരിക്കൻ നിർമ്മിത ടിവികൾക്ക് ജാപ്പനീസ് ടിവികളെക്കാൾ 5 മടങ്ങ് സർവീസ് കോളുകൾ കൂടുതലായിരുന്നു. 1979 ആയപ്പോൾ അമേരിക്കൻ ജോലിക്കാർക്ക് തങ്ങളുടെ ടിവി സെറ്റ് സംയോജിപ്പിക്കാൻ 3 ഇരട്ടി സമയം വേണ്ടി വന്നു. ഈ രീതിയെ കുറച്ചുകൊണ്ട് കൂട്ടുക എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ജാപ്പനീസ് കമ്പനികൾ അവരുടെ നിർമ്മാണ പ്രക്രിയയിലെ ഓരോ പ്രതിബന്ധവും പരിശോധിച്ച് അവയെല്ലാം നീക്കം ചെയ്തു. അനാവശ്യ പരിശ്രമങ്ങൾ എടുത്തു മാറ്റിയതോടെ അവർക്ക് കൂടുതൽ ഉപഭോക്താക്കളെയും കൂടുതൽ ലാഭവും ലഭിച്ചു. അതുപോലെ നമ്മുടെ സമയവും ഊർജവും പാഴാക്കുന്ന തരം പ്രവൃത്തികൾ ഒഴിവാക്കിയാൽ കുറഞ്ഞ പരിശ്രമം കൊണ്ട് കൂടുതൽ ഫലം നമുക്ക് ലഭിക്കും. നമ്മുടെ ഇടങ്ങൾ വൃത്തിയാക്കുമ്പോൾ ഒരു സംതൃപ്തി തോന്നുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ പരിസരം നമുക്ക് തരുന്ന ചിന്താഭാരം കൂടിയാണ് നാം ഇറക്കി വയ്ക്കുന്നത്. ഒരു ശീലമായി മാറുന്ന ഉൽപ്പന്നങ്ങളുടെ ഉദാഹരണം നോക്കിയാൽ അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അമിതഭാരം എടുത്ത് മാറ്റുന്നതായി കാണാം. ഭക്ഷണം വിതരണം ചെയ്യുന്ന സേവനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലചരക്ക് വാങ്ങുക എന്ന ഭാരം എടുത്തു മാറ്റുന്നു. ഡേറ്റിംഗ് ആപ്പുകൾ സാമൂഹിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്ന ഭാരം എടുത്തു മാറ്റുന്നു. ടാക്സി സർവീസുകൾ യാത്ര എളുപ്പമാക്കുന്നു. ടെക്സ്റ്റ് മെസ്സേജുകൾ ഇമെയിൽ അയക്കൽ ഒഴിവാക്കുന്നു. ജാപ്പനീസ് ടിവി നിർമ്മാതാക്കൾ അവരുടെ തൊഴിലിടങ്ങളിലെ അനാവശ്യ ചലനങ്ങൾ ഒഴിവാക്കിയതുപോലെ വിജയകരമായി പ്രവർത്തിക്കുന്ന കമ്പനികൾ അവരുടെ പ്രവൃത്തികൾ ഇത്തരത്തിൽ യാന്ത്രികമായി മാറ്റാറുണ്ട്. ഓരോ ഫോമിലും അനാവശ്യമായി ഉള്ള വസ്തുതകൾ അവർ ഒഴിവാക്കും. ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ട ക്ലിക്കുകളുടെ എണ്ണം കുറക്കും. അവർ എളുപ്പം മനസ്സിലാക്കാവുന്ന നിർദ്ദേശങ്ങൾ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നൽകും. ഗൂഗിൾ ഹോം, ആമസോൺ എക്കോ, ആപ്പിൾ ഹോം പാഡ് എന്നിങ്ങനെയുള്ള ശബ്ദ നിയന്ത്രിത സ്പീക്കറുകൾ വിപണിയിൽ എത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം സ്പീക്കറുകൾ ഇഷ്ടമെന്ന് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു. ഫോൺ എടുത്ത് ആപ്പ് തുറന്ന് പ്ലേലിസ്റ്റ് എടുത്ത് ഒരു പാട്ട് പ്ലേ ചെയ്യുന്നതിലും അനായാസം പ്ലേ കൺട്രി മ്യൂസിക് എന്ന് പറയാം എന്നായിരുന്നു ഉത്തരം. തീർച്ചയായും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് CD സൂക്ഷിക്കുന്നതിലും എളുപ്പമായിരുന്നു ഫോണിൽ എണ്ണം തിട്ടപ്പെടുത്താനാകാത്തത്ര പാട്ടുകളുള്ളത്. ഒരേ ഫലം കൂടുതൽ എളുപ്പത്തിൽ ആളുകളിൽ എത്തിക്കാനുള്ള ഒരു അന്വേഷണമാണ് ബിസിനസ്. സർക്കാരുകളും ഇത്തരം രീതികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് സർക്കാരിന് നികുതി നിരക്കുകൾ ഉയർത്തണമെന്ന് തോന്നിയപ്പോൾ അവർ നേരിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു വെബ് പേജ് നൽകി. നികുതി അടക്കുന്നതിലെ ഒരു നടപടി ഒഴിവാക്കിയതോടെ ആളുകളുടെ പ്രതികരണം 19.2% നിന്ന് 23.4% ഉയർന്നു. UK പോലെയുള്ള ഒരു രാജ്യത്ത് ഇത്തരമൊരു വർധനവ് കോടികളുടെ നികുതി വരുമാനമാണ് സൂചിപ്പിക്കുന്നത്. ശരിയായ കാര്യം അനായാസം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് ഇവിടെ സംഭവിച്ചത്. നല്ല ശീലങ്ങൾ തുടരാനുള്ള ഏറ്റവും എളുപ്പവഴി അത് ചെയ്യാൻ എളുപ്പമാക്കുകയും മോശം ശീലങ്ങൾ ബുദ്ധിമുട്ടാക്കുകയുമാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളെ ഭാവിക്ക് വേണ്ടി ഒരുക്കുക. ഓസ്വാൾഡ് നിക്കോളസ് മിസിസിപ്പിയിലെ ഒരു IT ഡെവലപ്പറാണ്. സ്വന്തം സാഹചര്യത്തെ ഒരുക്കുന്നതിൻ്റെ ഗുണങ്ങൾ നന്നായി അറിയുന്ന ഒരാളാണ് അദ്ദേഹം. തൻ്റെ വൃത്തിശീലങ്ങളെ അദ്ദേഹം മുറി പുനർക്രമീകരണം ചെയ്യുക എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് TV കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം റിമോട്ട് TV സ്റ്റാൻഡിൽ തിരികെ വയ്ക്കും. സോഫയിലെ തലയണകൾ നേരെ വയ്ക്കും. പുതപ്പ് മടക്കി വയ്ക്കും. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൽ കളയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കളയും. കുളിക്കാൻ കയറുമ്പോൾ വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് കുളിമുറി കഴുകും. ഓരോ മുറിയും പുനർക്രമീകരിക്കുന്നത് അതിനു മുമ്പ് ചെയ്ത പ്രവൃത്തിക്ക് ശേഷം വൃത്തിയാക്കൽ മാത്രമല്ല, ഇനിയുള്ള പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങാൻ കൂടിയാണ്. ഞാനൊരു മുറിയിലേക്ക് കയറുമ്പോൾ എല്ലാം അതതിൻ്റെ സ്ഥാനത്തുണ്ട്, നിക്കോളാസ് പറയുന്നു.
കാരണം എല്ലാ ദിവസവും ഞാൻ ഇത് ചെയ്യുന്നു. എല്ലാ വസ്തുക്കളും അതാതിൻ്റെ ഇടങ്ങളിൽ നന്നായിരിക്കുന്നു. ഞാൻ കഠിന പ്രയത്നം ചെയ്യുന്നുവെന്നാണ് ആളുകൾ കരുതുന്നത്. എന്നാൽ സത്യത്തിൽ ഞാൻ ഒരു കുഴിമടിയനാണ്. ഞാൻ എൻ്റെ മടിയെ അല്പം ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധാരാളം സമയം ലഭിക്കുന്നു. നിങ്ങൾ ഒരിടത്തെ അതിൻ്റെ ശരിയായ ആവശ്യത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ നിങ്ങൾ അതിനുശേഷമുള്ള ജോലി എളുപ്പമാക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, എൻ്റെ ഭാര്യയുടെ പക്കൽ ഒരു പെട്ടി നിറയെ ആശംസാ കാർഡുകളുണ്ട്. ഇവ സന്ദർഭങ്ങൾക്കനുസരിച്ച് തരംതിരിച്ചാണ് വെച്ചിട്ടുള്ളത്. ജന്മദിനം, അനുശോചനം, വിവാഹം, ബിരുദധാരണം, അങ്ങനെ പലതരത്തിലുള്ള കാർഡുകൾ. ആവശ്യം വരുമ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുത്ത് അയച്ചാൽ മതി. കാർഡുകൾ അയക്കാൻ അവൾ ഒരിക്കലും മറക്കാറില്ല. കാരണം അതിൻ്റെ ഒരു പ്രതിബന്ധം അവൾ ഒഴിവാക്കിയല്ലോ. വർഷങ്ങളോളം ഞാൻ ഇതിന് നേരെ തിരിച്ചായിരുന്നു. ആർക്കെങ്കിലും ഒരു കുഞ്ഞുണ്ടായി എന്ന് അറിഞ്ഞാൽ ഒരു കാർഡ് അയക്കണമെന്ന് ഞാൻ കരുതും. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞാവും കടയിൽ നിന്ന് കാർഡ് വാങ്ങാൻ ഞാൻ ഓർക്കുക. അപ്പോഴേക്കും ഏറെ വൈകിയിട്ടുണ്ടാവും. ആ ശീലം സൂക്ഷിക്കാൻ എളുപ്പമായിരുന്നില്ല. എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന തരത്തിൽ നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾക്ക് പലതരത്തിൽ പാകപ്പെടുത്തിയെടുക്കാം. നിങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു പ്രാതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉറങ്ങും മുമ്പേ പാത്രം സ്റ്റൗവിനോട് ചേർത്ത് വയ്ക്കാം. എണ്ണ തൊട്ടരികിൽ വയ്ക്കാം. നിങ്ങൾക്ക് വേണ്ട പാത്രങ്ങളോ മറ്റു സാമഗ്രികളോ അടുപ്പിച്ച് വയ്ക്കാം. നിങ്ങൾ ഉണരുമ്പോൾ പ്രാതൽ തയ്യാറാക്കൽ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കണമെന്നുണ്ടോ? നിങ്ങളുടെ പെൻസിലുകൾ, പേനകൾ, നോട്ട്ബുക്കുകൾ എന്നിവയെല്ലാം മേശപ്പുറത്ത് തന്നെ കൈയെത്തും ദൂരത്തിൽ വയ്ക്കുക. വ്യായാമം ചെയ്യണോ? നിങ്ങളുടെ വ്യായാമ വേഷങ്ങളും ഷൂസും ജിം ബാഗും വെള്ളവും നേരത്തെ തന്നെ ഒരുക്കി വയ്ക്കുക. നിങ്ങളുടെ ഭക്ഷണക്രമം മെച്ചപ്പെടുത്തണോ? വാരാന്ത്യത്തിൽ കുറേ പച്ചക്കറികളും പഴങ്ങളും അരിഞ്ഞ് പാത്രങ്ങളിൽ അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക. നിങ്ങൾക്ക് ആഴ്ച മുഴുവൻ കഴിക്കാനുള്ള ആരോഗ്യകരമായ വസ്തുക്കൾ എളുപ്പത്തിൽ കയ്യിലുണ്ടാകും. ഇങ്ങനെയാണ് നല്ല ശീലങ്ങൾ എളുപ്പമായി മാറ്റുന്നത്. ഇതേ നിയമം ഒന്ന് തിരിച്ചിട്ടാൽ നിങ്ങൾക്ക് മോശം ശീലങ്ങൾ ബുദ്ധിമുട്ടാക്കി മാറ്റുകയും ചെയ്യാം. കൂടുതൽ TV കാണുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഓരോ തവണ ഉപയോഗിച്ച ശേഷവും TVയുടെ വൈദ്യുതി വിച്ഛേദിക്കുക. നിങ്ങൾക്ക് എന്താണ് കാണേണ്ടത് എന്ന ഉത്തമ ബോധ്യമുള്ളപ്പോൾ മാത്രം വീണ്ടും ബന്ധിപ്പിക്കുക. ഇങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയാൽ സമയം കളയാൻ വേണ്ടി കാര്യമില്ലാതെ TV കാണുന്നത് ഒഴിവാക്കാം. അതുകൊണ്ടും കാര്യമില്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യാം. TVയുടെ വൈദ്യുതി വിച്ഛേദിച്ച് റിമോട്ടിലെ ബാറ്ററികൾ കൂടി എടുത്തു മാറ്റുക. തിരികെ TV പ്രവർത്തിപ്പിക്കണമെങ്കിൽ അത്രയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് വളരെ വലിയ പ്രശ്നമുണ്ടെങ്കിൽ TV ഓരോ ഉപയോഗത്തിന് ശേഷവും ഒരു അലമാരയിൽ എടുത്തു വെക്കുക. നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും കാണണം എന്നുള്ളപ്പോൾ മാത്രമേ നിങ്ങൾ അത് പുറത്തു കൊണ്ടുവരൂ. പ്രതിബന്ധങ്ങളുടെ എണ്ണം കൂടുന്തോറും ഒരു ശീലം സംഭവിക്കാനുള്ള സാധ്യത കുറയും. സാധിക്കുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ഫോൺ ഊണ് കഴിക്കുന്നത് വരെ മറ്റൊരു മുറിയിൽ വെക്കാറുണ്ട്. അത് എൻ്റെ തൊട്ടരികിലാണെങ്കിൽ ഞാൻ പകൽ മുഴുവൻ ഒരു കാര്യവുമില്ലാതെ ഫോണിൽ നോക്കി സമയം കളയും. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഒരു ശല്യവുമില്ലാതെ എന്നും രാവിലെ 3 മണിക്കൂർ എൻ്റെ പണികൾ ചെയ്യാൻ ലഭിച്ചു തുടങ്ങി. ഫോൺ മറ്റൊരു മുറിയിൽ വെച്ചതുകൊണ്ട് മതിയാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനോടോ കുടുംബങ്ങളോടോ കുറച്ചു മണിക്കൂറുകൾ ഫോൺ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കാൻ ആവശ്യപ്പെടാം. മറ്റു ശീലങ്ങളും ഇത്തരത്തിലാണ്. ബിയർ ഞാൻ കാണാത്ത രീതിയിൽ ഫ്രിഡ്ജിൻ്റെ പിറകിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ അത് ഉപയോഗിക്കുന്നത് കുറയുന്നു. സാമൂഹിക സാധ്യതകളുടെ ആപ്പുകൾ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഒഴിവാക്കുമ്പോൾ ഞാൻ അവയുടെ ഉപയോഗം കുറയ്ക്കുന്നു. ഗുരുതരമായ ഒരു ആസക്തി പരിഹരിക്കാൻ ഇത്തരം വിദ്യകൾ മതിയാകില്ല. എന്നാൽ ചെറിയ ചില തടസ്സങ്ങൾ ഇത്തരത്തിൽ നല്ല ശീലങ്ങൾ തുടരാനും മോശം ശീലങ്ങൾ ഉപേക്ഷിക്കാനും കാരണമാകും. ഒരു വ്യക്തിയായോ രക്ഷിതാവായോ ഒരു പരിശീലകനായോ ഒരു നേതാവായോ നിങ്ങൾ സ്വഭാവ പരിണാമത്തെ സമീപിക്കുമ്പോഴെല്ലാം നാം സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എങ്ങനെയാണ് നല്ലത് ചെയ്യാൻ എളുപ്പമുള്ളൊരു ലോകം നിർമ്മിക്കാൻ കഴിയുക? നിങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും ഒന്ന് തന്നെയായി മാറട്ടെ. അധ്യായ സംഗ്രഹം. മനുഷ്യ സ്വഭാവം ഏറ്റവും എളുപ്പമുള്ളത് ചെയ്യാനാണ് ശ്രമിക്കുക. സ്വാഭാവികമായി തന്നെ ഏറ്റവും കുറഞ്ഞ പ്രയത്നം വേണ്ട കാര്യങ്ങളാണ് നാം ചെയ്യാൻ ആഗ്രഹിക്കുക.
ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിനായി എളുപ്പമായ ഒരു സാഹചര്യം നിർമ്മിക്കുക. നല്ല ശീലങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ കുറയ്ക്കുക. തടസ്സങ്ങൾ കുറയുമ്പോൾ ശീലങ്ങൾ എളുപ്പമാകും. എന്നാൽ മോശം ശീലങ്ങൾക്ക് മുൻപിൽ കൂടുതൽ പ്രതിബന്ധങ്ങൾ തീർക്കുക. ആ ശീലങ്ങൾ അപ്പോൾ ബുദ്ധിമുട്ടായി മാറും. ഭാവി പ്രവർത്തികൾ എളുപ്പമാക്കുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ ഒരുക്കുക. താങ്ക് യു.